അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 22 തിങ്കളാഴ്ച. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കാൻ വൈകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കും. എന്നാൽ LDF സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് തുടങ്ങിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമല്ലെന്നും ഈ പദ്ധതി തുടരാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങില്ലെന്നും ഈ മാസത്തെ പെൻഷൻ ഉത്തരവ് നാളെ ഇറങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷൻ കിട്ടിയില്ലെന്ന് ലോസ് ആഞ്ചൽസിലുള്ളയാൾ പരാതിപ്പെട്ടെന്ന് സഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ. മകൻ വിദേശത്തുള്ളതുകൊണ്ട് അമ്മയ്ക്ക് പെൻഷന് അയോഗ്യത പറയാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അർഹർക്ക് കിട്ടാതെ പോകരുതെന്നേയുള്ളൂവെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. സംസ്ഥാനത്തെ പകർച്ചവ്യാധിയെക്കുറിച്ച് നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി. മുഹമ്മദ് റിയാസാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട ഗുരുതര സാഹചര്യമില്ലെന്ന് മന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. എരണം കെട്ടവർ നാട് ഭരിച്ചാൽ നിപ വരുമെന്ന് പറഞ്ഞ മുരളീധരനാണ് ആരോഗ്യവകുപ്പ് ഭരിക്കുന്നതെന്നും റിയാസ് പരിഹസിച്ചു. 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് സർക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും ഭരണത്തിൽ നിന്ന് പുറത്തായവരോട് കൂറ് കാണിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെന്നും മുരളീധരൻ തിരിച്ചടിച്ചു. എറണാകുളം വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. വൈപ്പിൻ കാളമുക്കിൽ സീബ്യൂ എന്ന സ്വകാര്യ ഷിപ്പ് യാർഡിലാണ് തീപിടുത്തം ഉണ്ടായത്. അറ്റകുറ്റപ്പണിക്കെത്തിച്ച വിദേശ കപ്പലിനാണ് തീപിടിച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതിലും ധാതുമണൽ ഖനനത്തിലും ചില ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിനും UDFിനും നിലപാടുണ്ട്. ദേശീയ തലത്തിലെ നിലപാടനുസരിച്ച് കേരളത്തിലും കാര്യങ്ങൾ നടക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 1-ാം പ്രതി പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. സുനിൽകുമാർ, മാർട്ടിൻ, വിജീഷ്, വടിവാൾ സലീം അടക്കമുള്ള പ്രതികളാണ് കോടതിയെ സമീപിച്ചത്. PM ശ്രീ പദ്ധതിയെയും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിനെയും ചൊല്ലിയുണ്ടായ വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി മാത്യു കുഴൽനാടൻ. 2 വിഷയത്തിലും ഒപ്പുവെച്ചതും നിയമം കൊണ്ടുവന്നതും LDF സർക്കാരായതിനാൽ അതിലെ അഴിമതിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകുമെന്നും കുഴൽനാടൻ പരിഹസിച്ചു. സെക്രട്ടേറിയറ്റിൽ ലിഫ്റ്റ് പൊട്ടി വീണെന്ന് പ്രചാരണം. പരാതിയും നിവേദനവും നൽകാനെത്തിയവരുടെ തള്ളിക്കയറ്റത്തിനിടെ കൂടുതൽ പേർ കയറിയ ലിഫ്റ്റ് ഓവർലോഡ് ആയതോടെ തൊട്ടടുത്ത നിലയിൽ വന്നു നിന്നു. കശുവണ്ടി അഴിമതി കേസിൽ വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് കോടതിയിൽ നേരിട്ട് ഹാജരായി നിരുപാധികം മാപ്പ് പറഞ്ഞു. ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കേണ്ടി വരുമെന്ന് നേരത്തെ കോടതി പറഞ്ഞിരുന്നു. അമ്മയിൽ ഇനിയെങ്കിലും കരുണയുള്ള നേതൃത്വം ഉണ്ടാകണമെന്ന് അൻസിബ. WCC അംഗങ്ങളടക്കം പിരിഞ്ഞുപോയ സ്ത്രീകളെ തിരിച്ചു കൊണ്ടുവരണമെന്നും അൻസിബ പ്രതികരിച്ചു. തന്റെ പ്രശ്നം പരിഹരിക്കാൻ അഡ്ഹോക് കമ്മിറ്റിക്ക് പരിമിതികൾ ഉണ്ടാകാം. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അൻസിബ പ്രതികരിച്ചു. പ്രിയദർശിനി ബസ് സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലിംഗാടിസ്ഥാനത്തിലുള്ള വിവേചനമാണെന്നായിരുന്നു ഹർജിയിൽ ആരോപിച്ചിരുന്നത്. വിവേചനവും ഭരണഘടനാ വിരുദ്ധതയും തെളിയിക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്ന് ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്ന ആശയത്തെ ആധാരമാക്കി കരാറുണ്ടാക്കണം. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ആശങ്ക ഉണ്ടാക്കുന്ന നടപടികളാണ് ഉള്ളത്. കേരളത്തോട് വിവേചനമാണെന്നും അദ്ദേഹം ആരോപിച്ചു. മൊബൈൽ ഫോണിൽ റീൽസ് കണ്ട് ബസ് ഓടിച്ച KSRTC ഡ്രൈവർക്ക് സസ്പെൻഷൻ.
യാത്രക്കാരന്റെ പരാതിയിലാണ് കൊട്ടാരക്കര ഡിപ്പോയിലെ KSRTC ഡ്രൈവർ അഭിജിത്തിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടപടിയെടുത്തത്. ലൈസൻസ് 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ സീറോ മലബാർ സഭ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ലഹരി വ്യാപിപ്പിക്കുന്ന ഇത്തരം നയങ്ങൾ സ്വീകാര്യമല്ലെന്നും സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ വിമർശനവുമായി കാന്തപുരം വിഭാഗം. മുഖപത്രമായ സിറാജിലെ എഡിറ്റോറിയലിലാണ് കടുത്ത വിമർശനം അദ്ദേഹം ഉന്നയിച്ചത്. വീര്യം കുറഞ്ഞത്, കൂടിയത്, ശുദ്ധം, വ്യാജം എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമാണെന്നും പുതിയ മദ്യനയം ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം വിമർശിച്ചു. സംസ്ഥാനത്ത് 28% മഴയുടെ കുറവുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൂത്തുക്കുടി ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ഇന്നലെ അതിശക്തമായ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. ഇതേ തുടർന്ന് വീടുകൾ, നിരവധി തട്ടുകടകളും ചെറിയ കടകളും, ഒരു ടോൾ പ്ലാസ, ഒരു സ്വകാര്യ തീം പാർക്ക് എന്നിവിടങ്ങളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ബംഗളൂരുവിൽ നടന്ന കോൺഗ്രസ് പരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടെ മുഖ്യമന്ത്രി DK ശിവകുമാറിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച് പ്രസംഗം തടസ്സപ്പെടുത്തിയ പ്രവർത്തകരെ ശാസിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രവർത്തകർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പ്രവാസികളുടെ നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പലിശ. തെരഞ്ഞെടുത്ത നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് FCNR നിക്ഷേപങ്ങളുടെ പലിശ നിരക്കിലെ നിയന്ത്രണങ്ങളിൽ റിസർവ് ബാങ്ക് താൽക്കാലിക ഇളവും വരുത്തിയിട്ടുണ്ട്. ഇതോടെ പ്രവാസി ഇന്ത്യക്കാർക്ക് ഉയർന്ന പലിശ നൽകാൻ ബാങ്കുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. ബീഹാറിലെ നീറ്റ് പുനഃപരീക്ഷാ തട്ടിപ്പിന് ആൾമാറാട്ടം നടത്തിയ കേസിൽ 24 പേർ പിടിയിലായി. 40 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നെന്നും സോവർ ഗ്യാങ് സംഘമാണ് അറസ്റ്റിലായതെന്നും പോലീസ് അറിയിച്ചു. അറസ്റ്റിലായവരിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു. ബയോമെട്രിക് പരിശോധനാ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥരും പിടിയിലായി. ബീഹാറിൽ ആൾമാറാട്ടം നടത്തുന്ന 9 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. UPയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയിൽ നിന്ന് സിം കാർഡും പഴയ ചോദ്യപേപ്പറും കണ്ടെത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം 3ാം ദിവസവും ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ തുടരുന്നു. പോലീസ് വിലക്കിയത് കൂടാതെ രാത്രി വൈകിയും സമരം നടന്നു. പ്രതിഷേധത്തെ പിന്തുണക്കുന്ന ഇടതു വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി CJP നേതാക്കൾ ചർച്ചയും നടത്തി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. അയോധ്യയ്ക്ക് പിറകെ മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സാമ്പത്തിക ക്രമക്കേട് ആരോപണം. അന്വേഷണം ആവശ്യപ്പെട്ട് പൂജാരിയും ക്ഷേത്ര ട്രസ്റ്റും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ചു. ക്ഷേത്രത്തിലെ പൂജാരിയായ ദിനേശ് പഹലാഗിരി മഹാരാജും ക്ഷേത്ര മാനേജ്മെന്റും തമ്മിൽ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സൻസ്ഥാൻ സെക്രട്ടറി കപിൽ ശർമ്മയ്ക്ക് 1000 കോടി രൂപയുടെ അവിഹിത സ്വത്തുണ്ടെന്നാണ് പൂജാരിയുടെ ആരോപണം. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ കാലാവധി കേന്ദ്ര സർക്കാർ 3 വർഷത്തേക്ക് കൂടി നീട്ടി. കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റിയാണ് ജൂലൈ 1 മുതൽ 3 വർഷത്തേക്ക് കൂടി തുഷാർ മേത്തയെ പുനർനിയമിച്ചത്. 250 കിലോമീറ്റർ വേഗതയിൽ ചീറിപ്പായുന്നതിനിടെ ആഡംബര കാർ ഡിവൈഡറിൽ ഇടിച്ച് 2 പേർ കൊല്ലപ്പെട്ടു. മൃതദേഹ ഭാഗങ്ങളും എഞ്ചിനും റോഡിൽ ചിതറിയ നിലയിൽ. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലുണ്ടായ വാഹനാപകടത്തിലാണ് യുവതി ഉൾപ്പെടെയുള്ളവർ മരിച്ചത്. അയോധ്യ സംഭാവന തട്ടിപ്പിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. അന്തിമ റിപ്പോർട്ട് ഞായറാഴ്ച നൽകും. പണാപഹരണം ഏറ്റവും അധികം നടന്നത് ഇക്കഴിഞ്ഞ കുംഭമേള കാലത്തെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച നിർണായക സമാധാന ചർച്ച വേദിയിൽ നിന്ന് ഇറാനിയൻ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. സമാധാന ചർച്ചകൾക്കെത്തിയ അമേരിക്കൻ സംഘത്തിനൊപ്പം ഫോട്ടോയെടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി പ്രസ്താവനയാണ് പ്രകോപനത്തിനുള്ള കാരണം. സിന്ധു നദീജല വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാടുകൾക്കെതിരെ സൈനിക നടപടിക്ക് മടിക്കില്ലെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഭീഷണിപ്പെടുത്തി. ഇന്ത്യ 1960-ലെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെ തുടർന്നുള്ള തർക്കങ്ങൾക്കിടയിലാണ് ഈ പ്രകോപനപരമായ പ്രസ്താവന.
ഖത്തറിലെ പ്രധാന വ്യവസായ നഗരമായ റാസ് ലഫാനിലെ ഫാക്ടറിയിൽ ഉഗ്രസ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 54ആയി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്രവീകൃത പ്രകൃതിവാതക ഉൽപാദന കയറ്റുമതി കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. അപകടത്തിൽ 18 ജീവനക്കാരെ കാണാതായി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പുതിയ സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം ഇറക്കുമതി തീരുവയിൽ വലിയ ഇളവുകൾ വരുന്നു. ഈ കരാർ നിലവിൽ വരുന്നതോടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഒലീവ് ഓയിൽ, ചോക്ലേറ്റുകൾ, മദ്യം തുടങ്ങിയ നിരവധി യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വില കുറയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ന്യൂസിലൻഡിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഈജിപ്ത്. ബെൽജിയം ഇന്നലെ സമനിലയിൽ കുരുങ്ങിയതോടെ ഗ്രൂപ്പ് ജിയിൽ ഈജിപ്ത് 1-ാം സ്ഥാനത്താണ്. ലോകകപ്പിലെ ആദ്യ വിജയമാണ് സലയും സംഘവും നേടിയത്. വിശ്വവേദിയിൽ വീണ്ടും വിസ്മയമായി കേപ്പ് വർദെ. ഗ്രൂപ്പ് എച്ചിൽ നടന്ന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ ഉറുഗ്വായെ 2-2 കേപ്പ് വർദെ തോൽപ്പിച്ചത്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീന ഇന്ന് 2ാം മത്സരത്തിനിറങ്ങുന്നു. ഓസ്ട്രിയയാണ് എതിരാളികൾ. അൾജീരിയയുമായുള്ള ആദ്യ മത്സരത്തിൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ അർജന്റീന മികച്ച വിജയം നേടിയിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.